ടാറ്റയാണ് എതിർ പക്ഷത്തുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ആ പരിഹാസവും മറ്റും ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതർവൈസ് അതങ്ങനെ അത്ര ശ്രദ്ധേയമായൊരു ബോയ്ക്കോട്ട് ആഹ്വാനമൊന്നും അല്ലാതെ ഇന്ത്യയിലെ വളരെ കുറച്ച് നഗരങ്ങളിൽ മാത്രം കുറച്ച് പേർ മാത്രം പങ്കെടുത്ത ഒരു സമര രീതിയാണത്. ഇന്ത്യയിൽ അത് തുടങ്ങിയിട്ട് തന്നെ 2004 മറ്റോ ആരംഭിച്ചതാണ്. ഈ പറയുന്ന ഈ BDS മൂവ്മെൻറ്റിൻ്റെ ഇന്ത്യൻ വേർഷൻ 2004 മറ്റോ ആരംഭിച്ചതാണ്. പ്രധാനമായിട്ട് സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് ഒക്കെയാണ് നടക്കുന്നത്. അക്കാഡമിക് ബോയ്ക്കോട്ടാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കുന്തമുന എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അങ്ങനെ ഫലസ്തീന് വേണ്ടിയുള്ള പ്രൊട്ടസ്റ്റ് അങ്ങനെ കാര്യമായിട്ടില്ല. ഇപ്പോൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണുന്ന പോലെ ഫലസ്തീൻ കോസിന് വേണ്ടി ഇന്ത്യയിൽ അങ്ങനെ വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായ സംഭവങ്ങളില്ല. പക്ഷേ ഇതിലെ പ്രശ്നം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ടാറ്റയാണ് അപ്പുറത്തുള്ളതുകൊണ്ടാണ്. ടാറ്റയെ പറ്റി പറയുമ്പോൾ മുമ്പ് JRD ടാറ്റ മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൽ പറഞ്ഞു ടാറ്റയുടെ കയ്യിൽ രക്തം പുരണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് എനിക്ക് വലിയ തോതിൽ വിമർശനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ, ടാറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പ് നമ്മളൊരു ദേശീയ മുതലാളിയാണെന്നും അതൊരു ദേശീയ കോർപ്പറേറ്റ് ആണെന്നും ദേശീയ ബൂർഷ്വാസി എന്നാ പറയുമല്ലോ, ബിർളയെ പറ്റിയും ടാറ്റയെ പറ്റിയും മാന്യന്മാരായ കോർപ്പറേറ്റുകളാണെന്നുള്ളൊരു ഇമേജ് അവരുടെ PR വർക്കിലൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മൂന്നാറിലെ സംഭവം നടക്കുമ്പോൾ മൂന്നാറിലെ പ്രശ്നമുണ്ടല്ലോ, മൂന്നാർ സമരമൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ മൂന്നാർ ഇപ്പോഴും അങ്ങനെ മനോഹരമായി നിൽക്കുന്നത് ഇപ്പോൾ ടാറ്റയുടെ കയ്യിലുള്ളതുകൊണ്ടാണ് എന്നൊരു നറേറ്റീവ് ഉണ്ട്. ടാറ്റ അത് ഓൺ ചെയ്തുകൊണ്ടാണ് നമുക്കിപ്പോൾ ടൂറിസം സ്പോട്ടായിട്ട് പോകേണ്ടി വരുന്നത്. അതർവൈസ് അതല്ലെങ്കിൽ അവിടെ ആകെ ചിന്ന ഭിന്നമായിട്ട് അലങ്കോലപ്പെട്ട് തുണ്ടുതുണ്ടായി മുറിക്കപ്പെട്ട കൃഷിസ്ഥലങ്ങളായി മാറിയാണ്. തേയിലത്തോട്ടാണല്ലോ അവിടുത്തെ ഏറ്റവും വലിയ ഭംഗി. അപ്പോൾ അവർ തേയിലത്തോട്ടം നിലനിർത്തുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അതർവൈസ് അതല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ മറ്റേതൊരു സ്ഥലവും പോലെ ആയിപ്പോകാനെന്നൊരു വാദമുണ്ട്. അങ്ങനെയൊക്കെയാണ് ഒരു പ്രശ്നത്തെ കാണുന്നതിന് മറ്റൊരു സംശയം കൂടിയാണ്. പിന്നെ ടാറ്റയെ പറ്റി പറയുമ്പോൾ ടാറ്റ അങ്ങനെ മാന്യനായ മുതലാളിയാണ്, അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ആക്ഷേപങ്ങൾ കേട്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുക. പക്ഷേ സിംഗൂരിൽ എന്താ നടന്നത്? സിംഗൂരിൽ നടന്നത് നമ്മൾ കണ്ടതാണല്ലോ. അതിൽ അസമിലെ ടാറ്റയുടെ തേയിലത്തോട്ടങ്ങളിലെ തൊഴിൽ ചൂഷണത്തെക്കുറിച്ചുള്ള എത്രയോ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം മൂന്നാറിലെ പെമ്പിളി ഒരുമയ സമരമാണ്. ആ സമരം എന്തിനു വേണ്ടിയായിരുന്നു? ആർക്കെതിരെയായിരുന്നു? ടാറ്റ ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളൊരു കമ്പനിയിൽ അവിടെ ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾക്ക് ഈ കേരളം പോലൊരു നാട്ടിൽ കേരളത്തിലെ സാധാരണ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട പ്രതിഫലവും സുരക്ഷയും വീടും ഭക്ഷണവും ആരോഗ്യ സംവിധാനങ്ങളും വിദ്യാഭ്യാസവും വേണമെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ നടത്തിയൊരു സമരമാണത്. ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഒരേ കൂലി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തിയ സമരമാണ്. ആർക്കെതിരെയുള്ള സമരമാണ് അത്? ടാറ്റയ്ക്കെതിരെയുള്ള സമരമാണ്. അപ്പോൾ ഈ ടാറ്റ എതിർപക്ഷത്ത് നിൽക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ പരിഹസിക്കുന്നത്. അതർവൈസ് ഒരു ബഹിഷ്കരണ പ്രൊട്ടസ്റ്റ് അങ്ങനെ പരിഹസിക്കപ്പെടേണ്ട കാര്യമല്ല. ദാവ്സായി പറഞ്ഞതുപോലെ ഈ പറയുന്ന ബോയ്ക്കോട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു ഗാന്ധിയൻ സമര രീതിയാണ്. അത് ഏറ്റവും മനോഹരമായി വിജയകരമായി നടപ്പാക്കിയത് സൗത്ത് ആഫ്രിക്കയിലാണ്. സൗത്ത് ആഫ്രിക്കയിൽ അത് വിജയകരമായ മറ്റൊരു കാരണം കൂടിയുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ അപ്പാർത്തൈഡിനെതിരായിട്ടുള്ള സമരത്തെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയെ പിന്തുണച്ചിരുന്നു. അപ്പോൾ ആ പിന്തുണയുള്ളതുകൊണ്ടാണ് അതൊരു ഗ്ലോബൽ മൂവ്മെൻറ്റായി മാറുകയും സൗത്ത് ആഫ്രിക്ക ഒടുക്കം ഈ അപ്പാർത്തൈഡ് അവസാനിപ്പിക്കേണ്ടിയും വരുന്നത്. ഇന്ത്യയിൽ നോക്കുക. അപ്പോൾ ഇന്ത്യയിൽ ബഹിഷ്കരണാഹ്വാനം, നിസ്സഹകരണ പ്രസ്ഥാനം അത് ഏതെങ്കിലും തരത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തെ അലോസരപ്പെടുത്തിയിരുന്നു? ഇല്ല. ഇപ്പോൾ നമ്മളിവിടെ ചർക്കയിൽ നൂറ്റുണ്ടോ? നമ്മൾ ബ്രിട്ടീഷ് വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് ബ്രിട്ടനൊരു നഷ്ടം ഉണ്ടായിട്ടില്ല. അവരത് വേറെ സ്ഥലത്ത് കൊണ്ട് വിറ്റു. ഇവിടെ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കുറഞ്ഞ തൊഴിലധ്വാനം ഉപയോഗിച്ച് അവർ ചൂഷണം ചെയ്തെടുക്കുന്ന പരുത്തി അവിടെ കൊണ്ടുപോയിട്ടാണ് വസ്ത്രമാക്കിയത്. അവരുടെ മറ്റ് കോമൺവെൽത്തുകൾ കൊണ്ടുപോയി വിറ്റഴിച്ചു. ഇന്ത്യയിൽ ആരും ഉപയോഗിച്ചില്ല, അവർക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ആ ബഹിഷ്കരണാഹ്വാനത്തിൻ്റെ ലക്ഷ്യം സൂദിയോ പൂട്ടിക്കുക എന്നോ സൂദിയോയുടെ പെരുന്നാൾ കച്ചവടം അവസാനിപ്പിക്കുക എന്നുള്ളതോ അവരുടെ കച്ചവടം എന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും ബ്രാൻഡിന് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഈ മണ്ടന്മാരായ വിമർശകർ മനസ്സിലാക്കേണ്ടത് ഒരു ബഹിഷ്കരണാഹ്വാനം എന്ന് പറഞ്ഞാൽ ഒരു അവെയർനെസ് പരത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ റൈറ്റ് നൗ ഫലസ്തീനിൽ ഒരു ജനസൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരുപാട് പേർ പങ്കു ചേർന്നിട്ടുണ്ട്, അറിഞ്ഞോ അറിയാതെയോ പങ്കു ചേർന്നിട്ടുണ്ട്. ആ പങ്കു ചേർന്ന കോർപ്പറേറ്റുകളും കമ്പനികളും മറ്റ് ഗ്രൂപ്പുകളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വംശഹത്യയെ സഹായിക്കുകയാണ് എന്ന അവബോധം ജനങ്ങൾക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അല്ലാതെ സൂദിയോ നാളെ ഞാൻ പൂട്ടിച്ചളയാം. ഒരു പക്ഷേ ഈ ബോയ്ക്കോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ആൾക്കാർ ചിലപ്പോൾ ഇന്ന് വൈകിട്ട് പോയിട്ട് സൂദിയോ പോയി തുണിയെടുക്കുന്നുണ്ടാവും. ഇപ്പോൾ സൂദിയോയിൽ പോകും. അപ്പം നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ടാറ്റയുടെ ബസ്സിലല്ലേ പോകുന്നത്? ടൂർ പോകാൻ നേരത്ത് പാസ്പോർട്ട് എടുക്കാൻ നേരത്ത് നിങ്ങൾ TCS-നെ അല്ലേ സമീപിക്കേണ്ടത്? അതായത് പാസ്പോർട്ട് സർവീസൊക്കെ നടത്തുന്നത് ടാറ്റ കൺസൾട്ടൻസിയാണ്. അങ്ങനെയൊക്കെ ചോദിച്ച് പരിഹസിക്കുകയാണ്. അതൊക്കെ എന്താണ് പറയുക, നമ്മൾ ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നത്തെ ട്രിവിയലൈസ് ചെയ്യുകയോ ലഘൂകരിക്കുകയോ ചെയ്യുക എന്നാണ് അതിന് പറയുക. അപ്പോൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് ഇതൊരു ബഹിഷ്കരണാഹ്വാനം എന്ന് പറയുന്നത് ഒരു അവെയർനെസ് രൂപീകരിക്കലാണ്. നമ്മളിപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഹിറ്റ്ലർ നടത്തിയ വംശഹത്യയുടെ മറ്റൊരു പതിപ്പ് ഈ 20-ാം നൂറ്റാണ്ടിൽ നമ്മൾ സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും നിശബ്ദരായ സാക്ഷികളായിക്കൊണ്ട് ഒരു വംശഹത്യക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിമിഷത്തിൽ നിങ്ങൾ എന്ത് ചെയ്തില്ല, നിങ്ങൾ എന്ത് സംസാരിച്ചില്ല എന്നുള്ളത് രേഖപ്പെടുത്തപ്പെടും. ഒരു പക്ഷേ നമ്മളൊക്കെ മരിക്കാൻ പോകുമ്പോഴായിരിക്കും. അപ്പോഴേക്കും ഫലസ്തീൻ പ്രശ്നം ചിലപ്പോൾ തീർന്നുണ്ടാവും. നമ്മൾ ഇപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിക്കുന്നൊരു സമയമുണ്ടല്ലോ, ഒരു പക്ഷേ ആ സമയത്തേക്ക് ഈ ഫലസ്തീൻ ഇഷ്യൂകൾ തീർന്നുണ്ടാവും. നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ ആലോചിക്കും, ആ സമയത്ത് നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്, നമ്മൾ എന്താണ് ചിന്തിച്ചത്, നമ്മളെന്താണ് ഫേസ്ബുക്കിൽ എഴുതിയത്,
അവിടെ മരിച്ചു വീഴുന്ന മനുഷ്യരെ പറ്റി നമ്മൾ എന്താണ് പരിഹസിച്ചത്, നമ്മൾ ആ വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് കണ്ടത് എന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ദുഃഖം വരും. ഞാനിത് പറയുന്നത് ഈ റൈറ്റ് വിങ് ആളുകളോടല്ല, അതല്ലാത്ത മനുഷ്യരുണ്ടല്ലോ, സാധാരണ മനുഷ്യരുണ്ടല്ലോ, അതായത് മനുഷ്യർ മരിക്കുമ്പോൾ വിഷമിക്കുന്ന, ആളുകളെ കൊല്ലുമ്പോൾ വിഷമിക്കുന്ന, ചോര കാണുമ്പോൾ സങ്കടപ്പെടുന്ന സാധാരണ മനുഷ്യരല്ലേ, അവർ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് നമ്മളിങ്ങനൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ നിഷ്ഠൂരമായൊരു വംശഹത്യക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ്. അത് കുറേ വർഷം മുമ്പ് നടന്നതാണ്. അന്ന് നമ്മൾ എന്താണ് ചെയ്തത്, നമ്മൾ എന്ത് സ്റ്റാൻഡാണ് എടുത്തത്, നമ്മൾ മൗനം പാലിച്ചത് ശരിയായിരുന്നു, നമുക്കൊന്ന് ഉറക്കെ നിലവിളിക്കാമായിരുന്നു എന്നൊക്കെ ഒരു ചിന്ത വരുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ. ആ വിഷമം ഒഴിവാക്കാനെങ്കിലും ഇത്തരത്തിലുള്ള ശബ്ദം കുറഞ്ഞ മുറവിളികൾക്ക് സാധിക്കും. അത്രേ ഈ ബഹിഷ്കരണത്തിനുള്ള, അല്ലാതെ നാളെ ടാറ്റയെ പൂട്ടിച്ച് കളയാം, ടാറ്റയുടെ ബിസിനസ് തകർക്കാൻ എന്നൊന്നും ഉള്ളതല്ല ആ സമര രീതിയുടെ ഉദ്ദേശ ലക്ഷ്യം.